ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് റീന. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി. റീന എവിടുന്ന് വരുന്നു? അതിരമ്പുഴ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗുഡ് ന്യൂസിൽ വന്ന് ധ്യാനം കൂടിയായിരുന്നു. അപ്പോൾ പാമ്പാടി. അപ്പോൾ അന്നേരത്തേക്ക് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഭർത്താവിന് ഒരു വശം മുഴുവൻ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട് അതിനകത്ത് ഞങ്ങൾ അമൃതായി ചെന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ, ഈ മനുഷ്യൻ്റെ ദേഹത്ത് കത്തി വെക്കാൻ നീ അനുവദിക്കരുതേ. ഞാനിവിടെ വന്ന് ധ്യാനം കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വെച്ചിട്ട് 8 മാസം കഠിന റെസ്റ്റ് പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത്, ബെഡ് റെസ്റ്റ്. ഞങ്ങൾ ഇവിടെ പാമ്പാടി വന്ന് കിടന്ന് ധ്യാനം കൂടാൻ വേണ്ടി. അതെ, നമ്മുടെ ധ്യാനത്തിൽ ഇവർ പങ്കെടുത്തു പാമ്പാടി ഗുഡ് ന്യൂസിൽ. എന്നിട്ട് അത്ഭുതമായ സൗഖ്യം കിട്ടി. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ 2ാമത്തെ ദിവസം ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. അപ്പം ബ്രദർ ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ബ്രദറിന് കൈ തൊട്ടപ്പോഴേ പറഞ്ഞു, പരിപൂർണ്ണ സൗഖ്യമാണ്, സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോളാൻ. അതേ തുടർന്ന് ഒരു കുഴപ്പമില്ലാതെ പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ഞങ്ങൾ 8 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ അമൃതായി ചെന്നപ്പം ഡോക്ടർ ഞങ്ങളെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ സുഖപ്പെട്ടത്? ഈ രോഗം വന്ന ആൾക്കാർക്കും ചുമനേരം നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. രോഗത്തിന് പേര് വല്ലതും ഉണ്ടോ? വേറൊന്നും പറഞ്ഞില്ല. അപ്പം അന്നേരത്തേക്കും ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയതാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയ വഴി ഞങ്ങൾ ധ്യാനം കൂടാൻ പോകുമായിരുന്നു. അവിടെ വെച്ച് ഈശോ തൊട്ട് ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഡോക്ടർ ചിരിച്ച്. അതോടുകൂടി ഇന്ന് വരെ ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. ഉണ്ടോ ചേച്ചി? തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ അത്ഭുതകരമായ ഒരു സൗഖ്യത്തെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. മൊത്തം നീർക്കെട്ടായിരുന്നു, വെള്ളം കെട്ടി. വെള്ളം കിട്ടി ഇങ്ങനെ കിടക്കുന്ന അസുഖമായിരുന്നു. അത്ഭുതമായിട്ട് സൗഖ്യം കിട്ടി. ആ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐസിനകത്ത് കൈയിടാനോ പറക്കാനോ ഒന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് പച്ചമീൻ്റെ പരിപാടിയാണ്. അപ്പോൾ അന്നേരത്തേക്കും ഞങ്ങൾ പിന്നെ ഒരു പനി വന്നു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഡോക്ടറെ എടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഐസിനകത്ത് കൈയിടാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ കച്ചവടം നടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പം അന്നേരത്തേക്കും ഞാൻ പറഞ്ഞു, എല്ലാം തമ്പുരാൻ നടത്തുമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് അതങ്ങ് മാറി. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. കരമടിച്ച് കർത്താവിനെ മുഖത്തപ്പെടുക. കർത്താവ് നൽകിയ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി. പ്രൈസ് ദി ലോർഡ്.